സുപ്രീം കോടതി ഇപ്പോൾ ബയാസ്ഡ് ആണ്, അതായത് പക്ഷപാതം കൃത്യമായി കാണിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ ക്ഷുദ്രജീവികളെന്ന്, അതും തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ഈ രാജ്യത്തിന് അപമാനമാണ് എന്ന രീതിയിൽ അദ്ദേഹം അഭിസംബോധന ചെയ്തത് എന്ന് കോൺഗ്രസ് നേതൃത്വം വളരെ വ്യക്തമായി പറയുക. വളരെ നാളുകളായി സുപ്രീം കോടതി പാലിച്ചു വരുന്നൊരു മര്യാദയും കീഴ്വഴക്കവും അതിന്റെ സർവ്വസീമകളും ലംഘിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പെരുമാറ്റം. അദ്ദേഹത്തിന്റെ മട്ടുഭാവവും കണ്ടാൽ ഈ രാജ്യത്തെ തൊഴിലില്ലാത്തവർക്ക് അതെല്ലാത്തിന്റെ കാരണം അവർ മാത്രമാണ് എന്ന് തോന്നിപ്പോ. ഇവിടുത്തെ സമ്പ്രദായങ്ങൾ, ഇവിടുത്തെ സിസ്റ്റം ശരിയല്ലാത്തത് കൊണ്ടാണ് ഇവിടുത്തെ സർക്കാർ ഏതൊക്കെ രീതിയിലാണ് അഴിമതി കാട്ടി കൂട്ടുന്നത്. നിരവധിയായ ലക്ഷക്കണക്കിനുള്ള വിദ്യാർത്ഥികളുടെ ജീവിതവും അവരുടെ സ്വപ്നവും പ്രതീക്ഷയുമായിരുന്ന നീറ്റ് പരീക്ഷ എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത്? അതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാത്തത്? അവിടെ കടിച്ചു തൂങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഈ രാജ്യം മുഴുവൻ ആളിക്കത്തുന്ന വലിയ പ്രക്ഷോഭവുമായി ഇതിനോടകം തന്നെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രീതിയിൽ അഭിജിത് ദീപ്കയും സംഘവും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടാണ് പ്രധാന കാരണങ്ങൾ. ഒന്ന്, ഉത്തരവാദപ്പെട്ട ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് തന്നെ ഈ രാജ്യത്തുള്ള യുവാക്കളെ പരിഹസിക്കുന്നു, പുച്ഛിക്കുന്നു. എന്നിട്ട് കുറെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെയും നേതാക്കളെയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പരസ്യമായ ആഹ്വാനം നടത്തുകയാണ് എന്ന ആരോപണമാണ് അഭിജിത് ദീപ്കെ അടക്കമുള്ളവർ ഇപ്പോൾ പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഒരു ഭയവും കൂടാതെ സുപ്രീം കോടതിയെ വെല്ലുവിളിക്കാൻ എങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചാൽ, മുൻപിരുന്ന ചീഫ് ജസ്റ്റിസുമാർ ജസ്റ്റിസ് സഞ്ജയ് ഖന്ന ആയിരുന്നാലും അതുപോലെ തന്നെ മുൻപുള്ള BR ഗവായി ആയിരുന്നാലും ഇവരാരും ഒരു രീതിയിലും ഈ രാജ്യത്തെ യുവാക്കളെയോ ഈ രാജ്യത്തുള്ള സിസ്റ്റത്തെയോ പരിഹസിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഇത് വേറിട്ടൊരു രീതിയാണ്. ജ്ഞാനേഷ് കുമാറിനേക്കാൾ വീര്യം കൂടിയ, ജ്ഞാനേഷ് കുമാർ ചെയ്യുന്ന BJPക്ക് വേണ്ടി ചെയ്യുന്ന ഫേവറിനേക്കാൾ കൂടുതൽ ഫേവറാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിൽ നിന്നും അവർക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്നത് എന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി സംഘടനയുടെ അമരക്കാരനായിട്ടുള്ള അതിന്റെ സ്ഥാപക നേതാവായിട്ടുള്ള അഭിജിത് ദീപ്കെ ഇതിനോടകം തന്നെ മാധ്യമങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത്. ഈ രാജ്യം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രക്ഷോഭവുമായി അന്വേഷണ റിപ്പോർട്ട്, പ്രത്യേകിച്ചും ഒരു വലിയ എൻക്വയറി ഉണ്ടാകണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെയും അഴിമതിക്കാരായ ജസ്റ്റിസുമാർക്കെതിരെയും എന്നാണ് ആരോപണം ഉന്നയിക്കുന്നത്. നമുക്കറിയാം, ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ജുഡീഷ്യറി ആകെ ആടി ഉലഞ്ഞ ഒരു സംഭവം ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും സംശയത്തിന്റെ നിഴലിലാണ് എന്നാണ് അഭിജിത് ദീപ്കെ പറയുന്നത്.